താജുദ്ദീനെ ദുരവസ്ഥ പുറം ലോകത്തെത്തിച്ചത് അല്ലെങ്കിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് സൈഫുദ്ദീനാണ്. സൈഫു, ഇപ്പോൾ നീതി ലഭിക്കുകയാണോ താജുദ്ദീന്? തീർച്ചയായും ദിവ്യ, ഞാൻ ഖത്തറിൽ ഉണ്ടായിരുന്ന സമയത്ത് ഖത്തറിൽ വെച്ചാണ് ഈ താജുദ്ദീന്റെ ദുരനുഭവം നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് ഒരു 3 മാസത്തെ ലീവിന് വേണ്ടി നാട്ടിലേക്ക് പോയതാണ്. മകളുടെ കല്യാണത്തിന് വേണ്ടി നാട്ടിലേക്ക് പോയതായിരുന്നു താജുദ്ദീൻ 20 വർഷത്തോളമായി ഖത്തറിലുണ്ടായിരുന്നു. അദ്ദേഹം ഫാമിലിയായി അവിടെ താമസിക്കുന്ന ആളാണ്. വെൽ സെറ്റിൽ, നല്ല അവസ്ഥയിൽ ഖത്തറിൽ ജോലി നോക്കിയിരുന്ന, കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന ഒരു പ്രവാസിയായിരുന്നു കതിരൂർ സ്വദേശിയായ താജുദ്ദീൻ. അപ്പോൾ ഞാൻ ഖത്തറിൽ ഉണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹം മകളുടെ കല്യാണത്തിന് വേണ്ടി നാട്ടിലേക്ക് പോകുന്നത്. നാട്ടിലേക്ക് പോയി അദ്ദേഹം പക്ഷെ പെട്ടെന്ന് തിരിച്ചു വന്നില്ല. കുറേ ദിവസം കഴിഞ്ഞ സമയത്താണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വന്ന് നമ്മളോട് കാര്യം പറയുന്നത്. ഇങ്ങനെ ഞങ്ങളുടെ സുഹൃത്തായ താജുദ്ദീൻ നാട്ടിലേക്ക് മകളുടെ കല്യാണത്തിന് വേണ്ടി പോയതായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്ത് വെച്ചൊരു മാലമോഷണം നടക്കുന്നു. പട്ടാപ്പകൽ ഒരു സ്ത്രീയുടെ മാല മോഷ്ടിച്ച് മോഷ്ടാവ് കടന്നു കളയുന്നു. പോലീസ് CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയ ഘട്ടത്തിൽ ഇദ്ദേഹത്തോട് രൂപസാദൃശ്യമുള്ള ഒരാൾ ഒരു വെള്ള ആക്റ്റീവ സ്കൂട്ടറിൽ പോകുന്നത് കാണുന്നു. ആകെ കൂടി പോലീസ് അന്ന് പരിശോധിച്ചത് രൂപസാദൃശ്യം മാത്രമാണ്. അങ്ങനെ മകളുടെ കല്യാണാവശ്യാർത്ഥം അവിടെ ഉണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞാൽ മകളുടെ കല്യാണമാണ്. 2 ദിവസം മാത്രം. അപ്പം മകളെ ബ്യൂട്ടീഷ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനും മകളുടെ ആഭരണങ്ങൾ എടുക്കാനൊക്കെ വേണ്ടിയുള്ള തിരക്കിനിടയിൽ ആ ഭാഗത്തൂടെ കാറിൽ യാത്ര ചെയ്തിരുന്നു താജുദ്ദീൻ. ഈ വെള്ള ആക്റ്റീവ സ്കൂട്ടറേ അദ്ദേഹം ഉപയോഗിച്ചിരുന്നില്ല, കാറിലായിരുന്നു യാത്ര ചെയ്തു പോകാൻ. കാരണം അങ്ങനെ ഒരു നല്ല സാമ്പത്തിക സ്ഥിതിയിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാസിയായിരുന്നു അദ്ദേഹം. പക്ഷേ ഇതൊന്നും പോലീസിനോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു നോക്കി. സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ള സാക്ഷ്യം ഉണ്ടായിരുന്നു. ഇതൊന്നും പോലീസ് വിലക്കെടുത്തില്ല എന്ന് മാത്രമല്ല, ആകെ കൂടി പരിശോധിച്ചത് പോലീസ് ഈ രൂപസാദൃശ്യം മാത്രമാണ്. ഈ ആക്റ്റീവ സ്കൂട്ടറിൽ പോകുന്ന മോഷ്ടാവിന് ഇദ്ദേഹത്തിൻ്റെ പോലെ കഷണ്ടി ഉള്ള ഒരാളാണ്, ഇദ്ദേഹത്തെ പോലെ താടിയുള്ള ഒരാളാണ് എന്നത് മാത്രം പരിഗണിച്ച് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, റിമാൻഡിലാക്കുന്നു. 53 ദിവസം ഇദ്ദേഹത്തെ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ജയിലിലിടുന്നു. അദ്ദേഹത്തിൻ്റെ ഖത്തറിലെ ബിസിനസ് താളം തെറ്റുന്നു.